ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. നമ്മൾ ദേവാലയ ഘടന, സുറിയാനി കത്തോലിക്ക സഭയുടെ ദേവാലയ ഘടന, ദേവാലയത്തിൽ ഉപയോഗിക്കുന്ന സംഗതികൾ അത് ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ 38ാമത്തെ ഐറ്റമായിട്ട് നമ്മൾ കാണുന്നത് പൈന. അതിനകത്ത് ഈ ഓർദോ സെലബ്രാസിയോനിസ് കൂദാശ എന്ന് പറഞ്ഞിട്ട് റോമായിൽ നിന്ന് അച്ചടിച്ച് നൽകിയ 1959 അച്ചടിച്ച് നൽകിയ രേഖ, അതിൽ 6ാമത്തെ വകുപ്പ് 5ാമത്തെ പേജിൽ ഞാൻ വായിക്കുകയാണ്. പൈന ലത്തീൻ കാപ്പയ്ക്ക് തുല്യമാണിത്. മുൻവശം തുറന്നതും കൊളുത്തിട്ട് ബന്ധിച്ചതുമാണ്. പുറകിൽ അത്ര വലുതല്ലാത്ത മാർത്തോമാ സ്ലീവായാൽ അലങ്കൃതമാണ്. അതിന് ഗ്രീക്ക് കുരിശെന്നും വിളിക്കാറുണ്ട്. വിളുമ്പുകളെല്ലാം ചുറ്റും ബോർഡറുകളാൽ അലങ്കൃതമാണ്. സിൽക്ക് കൊണ്ടോ മറ്റു വിലപിടിപ്പുള്ള തുണി കൊണ്ടോ ഉണ്ടാക്കുന്നു. അതിന് നിറത്തെപ്പറ്റി യാതൊരു പ്രത്യേക നിബന്ധനയും നിലവിലില്ല. കശീശ എന്ന പുരോഹിതൻ ഏറ്റവും പുറമെ ധരിക്കുന്ന തിരുവസ്ത്രമാണ് പൈന, ലത്തീനിലെ കാപ്പ. ലത്തീൻ പാരമ്പര്യത്തിൽ ഈ ഖോപ്പ് അതാണ് കാപ്പ. സുറിയാനിയിൽ ഗുൽത്ത എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഗുൽത്ത. ചരിത്രപരമായി പൈന ഇടയന്മാരുടെ വസ്ത്രമാണ്. വൈദികന്റെ ഇടയധർമ്മത്തെയും അത് സൂചിപ്പിക്കുന്നുണ്ട്. ഇടയനെക്കുറിച്ചുള്ള പ്രഭാഷണത്തിൽ ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്: ആരും എൻ്റെ പ്രാണൻ എന്നിൽ നിന്ന് പിടിച്ചെടുക്കുകയല്ല, ഞാനത് സ്വമേധയെ സമർപ്പിക്കുകയാണ്. അത് കൊടുക്കാനും എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. അതായത് എന്താണ് വിശുദ്ധ കുർബാനയിൽ ഈശോ മിശിഹ കുർബാന സ്ഥാപിച്ചപ്പോൾ എന്താണ് ചെയ്തതെന്ന് ഇടയൻ്റെ പ്രഭാഷണത്തിലാണ് കർത്താവ് വെളിപ്പെടുത്തിയത്. അതായത് മനുഷ്യൻ അക്രമ സ്വഭാവമുള്ളവനാണ്. പാപം അവൻ്റെ ജന്മവാസനയാണ്. അവൻ്റെ അക്രമം ആ അക്രമത്തിൻ്റെ അടിത്തട്ട് വരെ കർത്താവ് സ്വയം അങ്ങ് കുടിക്കുകയാണ്. സ്നേഹം കൊണ്ട് അക്രമം അങ്ങ് കുടിച്ചു വലിച്ചെടുത്തിട്ട് അവൻ്റെ സ്നേഹത്താൽ അതിനെ രൂപാന്തരപ്പെടുത്തുകയാണ്. അപ്പം മനുഷ്യന്റെ അക്രമത്തിൻ്റെ ആ കാസ അതിൻ്റെ അടിത്തട്ട് വരെ കർത്താവ് തന്നെ കുടിച്ച് ആ സ്നേഹത്തോടെ കുടിക്കുന്ന ആ പ്രക്രിയയിൽ അതിനെ ബലിയായിട്ട് രൂപാന്തരപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ മേൽ അക്രമം കാണിച്ചു മനുഷ്യര്, പക്ഷെ കർത്താവ് അത് സ്വമേധയെ ഏറ്റെടുക്കുകയാണ്. ആരും എൻ്റെ പ്രാണൻ എന്നിൽ നിന്ന് പിടിച്ചെടുക്കുകയല്ല, ഞാനത് സ്വമേധയെ സമർപ്പിക്കുകയാണ്. അങ്ങനെ സമർപ്പിക്കാനും തിരിച്ചെടുക്കാനും എനിക്ക് അധികാരമുണ്ട്. അങ്ങനെ അധികാരമുള്ളവൻ യേശു മാത്രമാണ്. അപ്പോൾ മനുഷ്യൻ്റെ അക്രമത്തെ ഹിംസയെ ദൈവം സ്വയമേവ തന്നിലേക്ക് തന്നെ വലിച്ചെടുത്ത് അതിൻ്റെ മട്ട് വരെ കുടിച്ച് സ്നേഹത്താൽ അതിനെ രൂപാന്തരപ്പെടുത്തുമ്പോൾ അത് ബലിയായി മാറുന്നു. ബലി എന്ന് വെച്ചാൽ കൊല്ലപ്പെടൽ തന്നെയാണ്, പക്ഷേ അത് ആത്മബലിയാണ്, സ്വയം സമർപ്പിക്കുകയാണ്. ഇത് മുൻകൂട്ടി കാൽവരിയിൽ നടക്കുന്ന സംഗതി മുൻകൂട്ടി അന്ത്യത്താഴത്തിലേക്ക് കൊണ്ടുവന്ന് അവൻ്റെ കൊലപാതകത്തെ അവൻ ബലിയാക്കി മാറ്റിയതാണ് ഈ വിശുദ്ധ കുർബാന. അതുകൊണ്ട് തന്നെ ഇടയൻ്റെ വസ്ത്രം ധരിച്ചിട്ടാണ്, നല്ല ഇടയൻ്റെ പ്രഭാഷണത്തിലാണ് ഈ അക്രമത്തെ സ്നേഹം കൊണ്ട് രൂപാന്തരപ്പെടുത്തുന്ന കാര്യം കർത്താവ് ചെയ്തത്. അതിനാൽ ഇടയൻ്റെ വസ്ത്രം ധരിച്ചിട്ടാണ് വൈദികര് കുർബാന അർപ്പിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? നീതിയുടെ വസ്ത്രം അല്ലെങ്കിൽ ഇടയൻ്റെ വസ്ത്രം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായോ? വലിയ ദൈവശാസ്ത്രമാണിത്. നിങ്ങൾക്ക് ഇതിൻ്റെ കുറേ കൂടി വിശദമായി അറിയണമെങ്കിൽ ബെനഡിക്ട് മാർപ്പാപ്പയുടെ പുസ്തകത്തിൽ ഈ ഇടയനെക്കുറിച്ചുള്ള ആ പ്രഭാഷണം, അതുപോലെ അന്ത്യത്താഴത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമല്ല, വ്യാഖ്യാനം, നസറത്തിൽ യേശു എന്ന ആ ഗ്രന്ഥത്രയത്തിൽ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വിശദമായിട്ട് കിട്ടും. വൈദികളുടെ അജപാലന ദൗത്യം പ്രകാശിപ്പിക്കുകയാണ് ഇതിലൂടെ, ഇടയ ദൗത്യത്തിലൂടെ. പൈനായുടെ പുറകിലുള്ള മാർത്തോമാ സ്ലീവ 2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഒരൊറ്റ പുരോഹിതനേ ഉള്ളൂ, ഈശോ മിശിഹ, ഒറ്റ പുരോഹിതനേ ഉള്ളൂ. ആ മിശിഹായിൽ ആയിരുന്നു കൊണ്ടാണ് വൈദികൻ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. അതിന് ലത്തീനിൽ പറയും ഇൻ പെർസോണ ക്രിസ്തി, യേശു നാളിലായിരുന്നു കൊണ്ടാണ്. രണ്ടാമതായി, സ്വർഗരാജ്യത്തേക്ക് നയിക്കുന്ന ഈശോ മിശിഹായെയാണ് അടയാളപ്പെടുത്തുന്നത്. അതായത് അവൻ ഉത്ഥാനം ചെയ്തു, മരിച്ചു, ഉത്ഥാനം ചെയ്തതോടുകൂടി അവൻ പുതിയ ജനത്തിലുള്ള ജീവനിലേക്ക് പോയി. നമ്മ എല്ലാവരെയും ആ പുതിയ ജനത്തിലുള്ള ജീവനിലേക്ക്, സ്വർഗീയ ജീവനിലേക്ക് കൈപ്പിടിച്ച് ഉയർത്തുകയാണ് ഈ ക്രിസ്തുവിൻ ദൗത്യം. അത് സംഭവിക്കുന്നത്, കവനാശം സംഭവിക്കുന്നത് കുർബാനയിലാണ്. ഈ ലോകാവസാനത്തിൽ സ്വർഗീയ ജെറുസലമിൽ നമ്മൾ കഴിക്കാനിരിക്കുന്ന നാളത്തെ അപ്പം ഇപ്പോഴേ കർത്താവ് തരികയാണ്. കുഞ്ഞാടിൻ്റെ കല്യാണ വിരുന്നിന് സ്വർഗത്തിൽ വിളമ്പുന്ന അപ്പം ഇപ്പോഴേ നൽകുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ അപ്പം ഭക്ഷിക്കുന്നവൻ മരിക്കില്ല. കാരണം ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ ജീവനാണ്, എൻ്റെ പ്രാണനാണ്.
സ്വർഗത്തിൽ നമ്മൾ ദൈവമായിട്ട് ഒന്നാകുന്നതിൻ്റെ മുൻകൂറായിട്ടുള്ളൊരു ആസ്വാദനം തന്നിരിക്കുകയാണ്. തീർന്നില്ല. നമ്മൾ പറഞ്ഞു നീതിയുടെ വസ്ത്രം എന്ന് നമ്മൾ പറഞ്ഞു, ഇടയന്റെ വസ്ത്രം എന്ന് പറഞ്ഞു, നീതിയുടെ വസ്ത്രം. പുരോഹിതൻ നീതി സൂര്യനെ അണിഞ്ഞിരിക്കുന്നു. നീതി സൂര്യൻ എന്ന് പറയുന്നത് ദ സൺ ഓഫ് റൈച്ചസ്നെസ്. മലാക്കിയുടെ പുസ്തകത്തിൽ 4:2 ദ സൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SUN, സൂര്യൻ, ദ സൺ ഓഫ് റൈച്ചസ്നെസ്, നീതി സൂര്യൻ. ആ നീതി സൂര്യനെ അണിഞ്ഞിരിക്കുകയാണ്. പയനയുടെ വലിപ്പക്കൂടുതൽ സൂചിപ്പിക്കുന്നത് പുരോഹിത ശുശ്രൂഷയുടെ അപരിമയത, മനുഷ്യശക്തിക്ക് അതീതമായ ദൈവിക ശുശ്രൂഷ എന്നെല്ലാമാണ്. കാപ്പ ഇല്ലേ കുറേ വിശാലമായിട്ടാണ്, ഒരു അച്ഛന് അല്ലേ ഉൾക്കൊള്ളുന്നതിനേക്കാളും വലുതായിട്ടാണ് ഈ കാപ്പ അണിയുന്നത്. അതിൻ്റെ ഈ അപരിമയത, ഈ പുരോഹിത ശുശ്രൂഷയുടെ അപരിമയത, ട്രാൻസെൻഡൻസ്, അതായത് മനുഷ്യശക്തിക്ക് അതീതമായ ഒരു ദൈവിക ശുശ്രൂഷയാണെന്ന് കാണിക്കാനാണ് ഈ കാപ്പ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്നത്. സാധാരണ ഈ അതിൻ്റെ നിറത്തെക്കുറിച്ച് പ്രത്യേകിച്ച് നിബന്ധനയൊന്നും ഇല്ലെന്ന് 1959 പറഞ്ഞെങ്കിലും പൊതുവെ സ്വർണ്ണ നിറമാണ് സുറിയാനി കത്തോലിക്ക സഭയിൽ പയനയ്ക്ക് ഉപയോഗിക്കുന്നത്. സ്വർണ്ണ നിറം മിശിഹായുടെ രാജ്യത്വത്തിൻ്റെ അടയാളമാണ്. ഈ പൊന്നും മീറയും കുന്തിരിക്കുമാണല്ലോ ജ്ഞാനികൾ കാഴ്ചവെച്ചത്. ആ പൊന്ന് അത് അവൻ്റെ രാജ്യത്വത്തെ സൂചിപ്പിക്കുന്നു. സ്വർഗീയ തേജസ്സിനെയും ദൈവിക പരിശുദ്ധിയെയും സൂചിപ്പിക്കുന്നതും ഈ സ്വർണ്ണ നിറം തന്നെയാണ്. പൈന അല്ലെങ്കിൽ കാപ്പ ധരിപ്പിക്കുമ്പോൾ മേൽപ്പട്ടക്കാരനായ മെത്രാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: നിന്റെ ജീവിതകാലം മുഴുവനും നൈർമല്യത്തോടും വെണ്മയോടും വിശുദ്ധിയോടും കൂടെ തന്നെ പ്രസാദിപ്പിക്കുവാൻ നമ്മുടെ കർത്താവായ ആലാഹ നീതിയുടെ വസ്ത്രം നിന്നെ അണിയിക്കട്ടെ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കാപ്പ എന്നാണ് ലത്തിൻ പാരമ്പര്യത്തിൽ. ഗോത്തിക് ശൈലിയിലാണ് ലത്തിൻ സഭയിൽ കാപ്പ ഉപയോഗിക്കുന്നത്. ഇവിടെ ഇങ്ങനെ കവർ ചെയ്യുന്ന തരത്തിൽ ഈ ഇങ്ങനെ കൊളുത്തിട്ടുള്ള ആ പൈന രീതിയല്ല. മേൽവസ്ത്രം ബാഹ്യാഭരണം എന്നെല്ലാമാണ് കാപ്പയുടെ അർത്ഥം, കാപ്പ എന്ന വാക്കിൻ്റെ അർത്ഥം. ആദ്യകാലത്ത് ശിരോവസ്ത്രമായിട്ടാണ് കാപ്പ അറിയപ്പെട്ടിരുന്നത്. കാപ്പിത്തുളാരെ എന്നായിരുന്നു ലത്തീനിൽ മുഴുവൻ വാക്ക്. കാപ്പിത്തുളാരെ, കാപ്പുത്ത് എന്ന വാക്കിന് ശിരസ്, പ്രധാനപ്പെട്ടത് എന്നെല്ലാം അർത്ഥം. ലത്തീനിലേക്ക് ഈ വാക്ക് വന്നത് ഗ്രീക്കിൽ നിന്നാണ്. കെഫാലെ എന്നാണ് ഗ്രീക്ക് വാക്ക്. ശിരസ് എന്നാണ് അർത്ഥം. കെഫാലെ എന്നത് കാപ്പുത്തായി, അത് പിന്നെ കാപ്പിത്തുളാരെയായി, പിന്നെ ചുരുക്ക രൂപത്തിൽ കാപ്പയായി. ശിരോവസ്ത്രം എന്നത് മേലാക ധരിക്കുന്ന പ്രധാന പ്രാർത്ഥന കുപ്പായമായി മാറി. ഉദയം പേരു സൂനദോസയുടെ പൈന എന്ന സുറിയാനി വാക്ക് പ്രചാരലുബ്ധമാവുകയും കാപ്പ കൂടുതൽ പ്രചാരത്തിലാവുകയും ചെയ്തു. ലത്തിൻ പാരമ്പര്യം കൂടുതലായിട്ട് വന്നു എന്നർത്ഥം. വെളിപാട് പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: കർത്തൃദിനത്തിൽ, ദ ലോർഡ്സ് ഡേ. അപ്പോൾ ഞായറാഴ്ച എന്ന് പറഞ്ഞിട്ടില്ല, ഞായറാഴ്ചയാണത്, പക്ഷെ ഞായറാഴ്ച എന്ന് പറഞ്ഞിട്ടില്ല. സൂര്യൻ്റെ ദിനം ബൈബിൾ പറഞ്ഞിട്ടില്ല. കർത്തൃദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ കാഹളത്തിൻ്റെത് പോലുള്ള ഒരു മഹാനാദം എൻ്റെ പുറകിൽ നിന്ന് കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണാൻ ഞാൻ തിരിഞ്ഞു. അങ്ങനെ തിരിഞ്ഞപ്പോൾ 7 പൊൻ നിലവിളക്കുകളും നിലവിളക്കുകളുടെ നടുവിൽ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവനെ ഞാൻ കണ്ടു. അവൻ നിലയങ്കി ധരിച്ചിരുന്നു, മാറത്ത് പൊൻ കച്ച കെട്ടിയിരുന്നു. അവൻ്റെ തലയും തലമുടിയും പഞ്ഞുപോലെ വെളുത്തത്, അത് ഹിമത്തോളം വെള്ളയായിരുന്നു, നയനം തീജ്വാല പോലെ, കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച പിച്ചളയ്ക്ക് സദൃശം. അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരമ്പൽ പോലെ. അവൻ്റെ വലത്ത കയ്യിൽ 7 നക്ഷത്രമുണ്ടായിരുന്നു. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ് തലവാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖം സൂര്യൻ പൂർണ്ണ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലത്ത് കൈ എൻ്റെ മേൽ വെച്ചുകൊണ്ട് പറഞ്ഞു: ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്തനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. വെളിപാട് പുസ്തകം 1-ാമത്തെ അധ്യായം 10 മുതൽ 18 വരെ. ഉത്ഥിതനായ മിശിഹ മഹാപുരോഹിതന്റെ വേഷവിധാനങ്ങളുടെ കർത്തൃദിനത്തിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവൻ നിലയങ്കി ധരിച്ചിരുന്നു, മാറത്ത് പൊൻ കച്ച കെട്ടിയിരുന്നു. അതായത് മഹാപുരോഹിതൻ, പഴയ നിയമത്തിൽ മഹാപുരോഹിതന്റെ വേഷവിധാനങ്ങളോടെയാണ് ഉത്ഥിതനായ കർത്താവ് കർത്തൃദിനത്തിൽ, ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ഉത്ഥിതനായ മിശിഹ മഹാപുരോഹിതന്റെ വേഷവിധാനങ്ങളുടെ പ്രത്യക്ഷപ്പെട്ടതിനാൽ കർത്താവിൽ ഇൻ പെർസോണ ക്രിസ്തുവിൽ നിൽക്കുന്ന പുരോഹിതൻ മഹാപുരോഹിതന്റെ വേഷവിധാനങ്ങളുടെ ദൈവിക ശുശ്രൂഷ എന്ന പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നു. ഏക പുരോഹിതനായ മിശിഹ എന്ന ആളിൽ നിന്നുകൊണ്ടാണ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, വൈദികൻ ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെടുന്നതും തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും. അതുകൊണ്ടാണ് മിശിഹ അണിഞ്ഞ വേഷവിധാനങ്ങൾ വൈദികനും ധരിക്കുന്നത്. ലൈത്തൂർജി എന്ന വാക്കിന് പബ്ലിക് സർവീസ്, പരസ്യമായ സേവനം എന്നാണ് അർത്ഥം. അത് ദൈവത്തെ പരസ്യമായി സേവിക്കുമ്പോൾ ലിറ്റർജി ദൈവിക ശുശ്രൂഷയായി. ദൈവിക ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ വചനപ്രഘോഷണമാണ്, പ്രവൃത്തിയിലുള്ള വചനപ്രഘോഷണം. വാഗൊണ്ട് മാത്രമല്ല, പ്രവൃത്തി കൊണ്ട്, പ്രതീകാത്മ പ്രവൃത്തി കൊണ്ട്. അപ്പോൾ വെളിപാട് പുസ്തകത്തിൽ
മിശിഹ ഉത്തിതനായ കർത്താവ് മഹാപുരോഹിതന്റെ വേഷത്തിൽ വരുന്നത് ഈ അച്ഛൻ അതുപോലെ തന്നെ ഒക്കെ അണിഞ്ഞ് ആ പ്രവൃത്തി കൊണ്ട് പ്രതീകാത്മ പ്രവൃത്തി കൊണ്ട് പ്രഘോഷിക്കുകയാണ്. ഒരൊറ്റ പുരോഹിതനേ ഉള്ളൂ, അത് ഈശോ മിശിഹ. ആ പൗരോഹിത്യത്തിൽ അല്ലേ, ഏക പൗരോഹിത്യത്തിൽ കുറേ ശുശ്രൂഷകർക്ക് പങ്ക് കൊടുത്തിരിക്കുകയാണ്. സ്രഷ്ടാവ് ഒരുവനേ ഉള്ളൂ, പക്ഷേ ഇന്ന് സൃഷ്ടിക്കുന്നത് മാതാപിതാക്കളിലൂടെയാണ്. അതുപോലെ ഏക പുരോഹിതനേ ഉള്ളൂ, അവൻ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നത് പുരോഹിതന്മാരിലൂടെയാണ്. ഇത് കർത്താവിൻ്റെ രീതി അങ്ങനെയാണ്. അപ്പോൾ ഇത് പ്രഘോഷിക്കുകയാണ്. ഈ പ്രവൃത്തികളിലുള്ള വചനപ്രഘോഷണമാണ് പ്രതീകാത്മക പ്രവൃത്തി എന്ന് പറയുന്നത്. അങ്ങനെ പ്രതീകാത്മക പ്രവൃത്തികളിലൂടെയാണ്, അടയാളങ്ങളിലൂടെയാണ് ദൈവിക ശുശ്രൂഷ നടത്തപ്പെടുന്നത്. അതിനാണ് ലിറ്റർജി എന്ന് പറയുന്നത്. വചനപ്രഘോഷണമാണ് ലിറ്റർജി, പ്രവൃത്തിയിലുള്ള വചനപ്രഘോഷണം. നമുക്ക് ഈ കാപ്പയെല്ലാം അണിഞ്ഞ് വൈദികൻ വരുമ്പോൾ ഈ വെളിപാട് പുസ്തകത്തിലെ ടെക്സ്റ്റ് നമുക്ക് ഓർക്കാം. കർത്താവ് നീതിയുടെ വസ്ത്രം അണിഞ്ഞ് വന്നിരിക്കുന്നു, ഇടയൻ്റെ വസ്ത്രം അണിഞ്ഞ് വന്നിരിക്കുന്നു. ഈ ദൈവശാസ്ത്ര ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. അതെല്ലാം നമ്മുടെ ചിന്തകൾ സ്വർഗത്തിലേക്ക് ഉയരാനായിട്ട് കാരണമാകട്ടെ. നമുക്കും പ്രവൃത്തികൾ കൊണ്ട്, ചിന്തകൾ കൊണ്ട് ഈ ലിറ്റർജിയിൽ പങ്കെടുക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.